നമസ്കാരം. CTV ആരോഗ്യ വിചാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് അസ്ഥിരോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നത് തൊടുപുഴയിലെ ഹോളി ഫാമിലി ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ടി അജയ്കുമാറാണ്. ഡോക്ടർ സ്വാഗതം. താങ്ക് യു. ഡോക്ടർ, ഈ അസ്ഥിരോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ടേമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതം. ഇതെന്താണെന്ന് വിശദീകരിക്കാമോ ഡോക്ടർ? ഓക്കെ. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉദ്ദേശിക്കുന്നത് സന്ധികൾക്കുണ്ടാകുന്ന തേയ്മാനം, അതായത് ഇത് മുട്ടിൻ്റെ ഒരു മോഡലാണ്. ഈ മുട്ടിൻ്റെ ഈ ഭാഗത്തുണ്ടാകുന്ന കാർട്ടിലേജ് തരുണാസ്ഥി നഷ്ടപ്പെട്ട് ഓസ്റ്റിയോഫൈറ്റ്സ് ഫോം ചെയ്ത് മുട്ടിൻ്റെ അനക്കത്തെയും ബാധിക്കുകയും ക്രെപ്പിറ്റസ്, അതായത് ഒരസൽ, വേദന ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥയ്ക്കാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. എല്ലാ സന്ധികളെയും ബാധിക്കാം. കൂടുതലായി നമ്മൾ കണ്ടുവരുന്നത് മുട്ടിനും ഹിപ്പിൻ ജോയിൻറ്റിനുമാണ്. ഡോക്ടർ, ഇത് സാധാരണക്കാരായ ഒരാൾക്ക് എളുപ്പം എങ്ങനെ തിരിച്ചറിയാം, അല്ലെങ്കിൽ സാധാരണ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സാറെ പ്രകടിപ്പിക്കുന്നത്? കൂടുതലായും മുട്ടുവേദനയായിട്ടാണ് പേഷ്യൻ്റ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. മുട്ടുവേദനയോടൊപ്പം തന്നെ നീരുണ്ടാവാം, ഒച്ച കേൾക്കാം, മുട്ടിനകത്തുനിന്ന് വെട്ടലെന്നൊക്കെ ആൾക്കാർ പറയും. കാരണം കാല് ഇടറി പോകുന്നൊരവസ്ഥ. ഇതൊക്കെ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ഭാഗമായി ജോയിൻസിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഈ അവസ്ഥയിൽ പ്രത്യേകമുള്ള ചികിത്സാ രീതികൾ എന്തെല്ലാമാണ് സാർ? ഈ കഴിഞ്ഞ ഒരു 10-20 വർഷത്തോളമായിട്ട് നമുക്ക് ഒരുപാട് നൂതന ശസ്ത്രക്രിയാ സംവിധാനങ്ങൾ, മരുന്നുകളൊക്കെ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ റിലീഫ് രോഗികൾക്ക് കിട്ടുന്നുമുണ്ട്. ഉദാഹരണത്തിന് ഈ മുട്ടിൻ്റെ ഉള്ളിലുള്ള ചില സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത് മെനിസ്കസ് എന്ന് പറയും. ഈ കാണുന്നത് ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻ്റ് എന്ന് പറയും. ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ ഒരു കാണുന്നത് ഒരു പോസ്റ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻ്റ് ഉണ്ട്. ഇതൊക്കെ കൊളാറ്ററൽ ലിഗമെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ ലിഗമെൻസിനോ അല്ലെങ്കിൽ മെനിസ്കസിനോ എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയാണെങ്കിൽ മുട്ടിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുകയും തേയ്മാനം കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ അസുഖങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നമ്മുടെ നൂതന ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ്, MRI ഉൾപ്പെടെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ് വെച്ച് നേരത്തെ തന്നെ കണ്ടുപിടിക്കുവാനും, അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മൈനർ കീഹോൾ സർജറി, അതായത് ചെറിയ ഇൻസിഷനോടി 4 മില്ലിമീറ്ററൊക്കെ ഉള്ള ഇൻസിഷനോടി ഇങ്ങനെയുള്ള തകരാറുകളൊക്കെ, ചെറിയ കീഹോൾ സർജറിയിലൂടെ തകരാറുകളൊക്കെ കറക്റ്റ് ചെയ്യാനും പറ്റും. അതിനായിട്ടുള്ള വളരെ ചെറിയ ഇംപ്ലാൻസ് ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇത് ടൈറ്റ് റോപ്പ് എന്ന് പറയും. ഇത് നമ്മൾ കീഹോൾ സർജറി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണെന്നുള്ളൊരു പ്രോബ്ലമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. പക്ഷേ ഈ മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻ്റൊക്കെ റീകൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ, മെനിസ്കൽ തകരാറൊക്കെ സൂച്ചർ ചെയ്ത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് മുട്ടിനുണ്ടാകുന്നത് അല്ലെങ്കിൽ ജോയിൻസിനുണ്ടാകുന്നതൊക്കെ ഒരു പരിധിവരെ മാറ്റാൻ പറ്റും. ഈ എത്രത്തോളം ആൾക്കാർ ഇപ്പോൾ കീ ഹോൾ ശസ്ത്രക്രിയ ഏത് മേഖലയിലും കാണുന്ന ഒന്നാണ്, താക്കോൽദാര ശസ്ത്രക്രിയ. ഇത് എത്രത്തോളം ഈ രംഗത്ത് ഓസ്റ്റിയോ ആർത്രൈറ്റിസുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക്, രോഗികൾക്ക് ആശ്വാസം പകരുന്നുണ്ട്? അതിൻ്റെ ചികിത്സാ ചിലവുകൾ, എത്ര നാൾ അതിൻ്റെ ഹോസ്പിറ്റലൈസേഷൻ, ഇതിനെക്കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ ഡോക്ടർ? പൊതുവേ താരതമ്യേന ഈ കീഹോൾ സർജറിക്ക് ചിലവ് കുറവാണ്. കാരണം നമുക്ക് ചെറിയ ഇൻസിഷൻ മതി, കുറച്ച് ദിവസം 1-2-3 ദിവസം ഹോസ്പിറ്റലൈസേഷൻ്റെ ആവശ്യമുള്ളൂ, മരുന്നുകൾ വളരെ കുറച്ച് മതി. പക്ഷേ ഇംപ്ലാൻസിൻ്റെ വില വളരെ ഹൈ ആയതുകൊണ്ട് മാത്രമാണ് ഈ സർജറിയുടെ കോസ്റ്റ് വളരെ ഹൈ ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇതെല്ലാം നമുക്ക് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ ടൈറ്റ് റോപ്പിന് അങ്ങനെയുള്ള ആർത്രോസ്കോപ്പ്, ഇതെല്ലാം ഇന്ത്യയിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ സർജറി കോസ്റ്റ് ഇതിനേക്കാളും വളരെ കുറച്ച് നിർത്താൻ പറ്റും. നമുക്ക് ഇത്തരം ചികിത്സാ രീതികൾ, ഈ ശസ്ത്രക്രിയകളെല്ലാം നമ്മുടെ പ്രദേശത്തും മറ്റു പ്രധാനപ്പെട്ട നഗരങ്ങളെ അപേക്ഷിച്ച് ഇവിടെയെല്ലാം ഇത്തരം ശസ്ത്രക്രിയകൾ സാധാരണയായി ചെയ്യുന്നതാണോ? ജനങ്ങൾക്ക് ഇതിനോടുള്ള ഒരു കാഴ്ചപ്പാട് എപ്രകാരമാണ്? നമ്മുടെ തൊടുപുഴയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഹോസ്പിറ്റൽസ് എല്ലാം തന്നെ ഈ ശസ്ത്രക്രിയാ സംവിധാനങ്ങൾ ഇപ്പോൾ അവൈലബിളായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ശസ്ത്രക്രിയകളുമാണ്. ഇതിൻ്റെ ഒരു സക്സസ് റേറ്റ്, ഇപ്പോൾ നമ്മളൊരു പുറത്തുനിന്നുള്ള ഒരു ഇംപ്ലാന്റ് അവിടെ വെക്കുകയാണ് നമ്മുടെ നോർമലുള്ള ശരീരത്തിലുള്ള ഒരു അവയവത്തിന് പകരം. അപ്പോൾ ഇതിന് എത്ര നാൾ ലൈഫ് കിട്ടുന്നുണ്ട്? എത്ര നാൾ നിലവിലുള്ള നമ്മുടെ ശാരീരിക അവസ്ഥ പോലെ തന്നെ ആ ഓപ്പറേഷൻ ചെയ്യുന്ന വ്യക്തിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു? എത്ര നാളത്തേക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട്, ശരിയായ റിസൾട്ട്? ഈ താക്കോൽദ്വാര ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഇംപ്ലാൻസ് എല്ലാം തന്നെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഇംപ്ലാൻസാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ എടുത്തു കളയേണ്ട അവസ്ഥയിൽ വരുന്നില്ല. മാത്രമല്ല ഇത് ഈ കീഹോൾ സർജറിക്ക് ഉപയോഗിക്കുന്നതെല്ലാം മെയിൻലി റിപ്പറേറ്റീവ് പ്രോസസ്സാണ്. അതായത് തന്നെ ടിഷ്യൂ റിപ്പയർ ആയി കഴിയുമ്പോഴത്തേക്ക് ഈ ഇംപ്ലാൻസിൻ്റെ ആവശ്യമില്ലാതെ വരികയും പിന്നെ അത് ദ്രവിച്ചു പോവുകയും ചെയ്യും.
പക്ഷേ നേരെ മറിച്ച് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുക, സന്ധിവാതം പൂർണ്ണമായി ബാധിച്ച ഒരു ജോയിൻറ്റിനെ നമുക്ക് കീഹോൾ സർജറി കൊണ്ട് ശരിയാക്കാൻ പറ്റത്തില്ല. അതായത് അങ്ങനെയുള്ള ജോയിൻസിന് ഇപ്പം മുട്ടിൻ്റെ മൊത്തമായിട്ടുള്ള എല്ലാ പാർട്ടും തേഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പാർട്ട് കട്ട് ചെയ്തിട്ട് വേറെ ഫീമർ ആണെങ്കിൽ ഫീമർ കട്ട് ചെയ്തിട്ട് ഇങ്ങനെയുള്ളൊരു മെറ്റൽ പ്രോസസ്സ് വെക്കുകയും, ഇത് കോബാൾട്ട് ക്രോമിയം മെറ്റലാണ്, ഇത് വെക്കുകയും അതുപോലെ ടിബിയ എന്ന് പറഞ്ഞ താഴത്തെ കാലിൻ്റെ ഭാഗത്ത് നമ്മളത് കട്ട് ചെയ്തിട്ട് ഒരു ഹൈ ഡെൻസിറ്റി ഹൈ മോളിക്കുലർ വെയ്റ്റ് പോളിയെത്തിലിൻ ഒരു സ്പൈസർ വെക്കുകയും ചെയ്യും ടിബിയൽ പ്ലേറ്റിൻ്റെ മുകളിൽ. അപ്പോൾ ഇത് നമ്മളത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കും ജോയിൻറ്റ്, ഇങ്ങനെ ഇരിക്കും ജോയിൻറ്റ്, ഈ ഭാഗം ഇങ്ങനെ ഇരിക്കും മുട്ട്, ഈ ഭാഗം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന ജോയിൻറ്റ്. ഇത് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ ഈ ജോയിൻറ്റിന് ഒരു 15 to 20 years ആയുസുണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ. എത്ര നാൾ ഇതുമൂലം ഒരു ഓപ്പറേഷന് വിധേയനാകുന്ന വ്യക്തിക്ക് എത്ര നാൾ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരും ഇപ്രകാരമുള്ള ശസ്ത്രക്രിയയ്ക്ക്? സാധാരണഗതിയിൽ നമ്മൾ തുന്നലെടുത്തിട്ട് വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ നമുക്ക് നല്ല പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ രോഗീനെ വീട്ടിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിനു മുമ്പ് തന്നെ ഡിസ്ചാർജ് ചെയ്യാം, യാത്രാ സൗകര്യമൊക്കെ അനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ ഡോക്ടർ, ഇപ്പോൾ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ബാധിക്കുന്ന മറ്റു ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങൾ, മറ്റു ശരീരഭാഗങ്ങൾ എവിടെയൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ബാധിക്കുന്നത്? ഏറ്റവും കൂടുതലായി നമ്മൾ കണ്ടുവരുന്ന മുട്ടിനാണെങ്കിലും ഹിപ്പ് ജോയിൻറ്റും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ബാധിക്കുന്ന ഒരു ജോയിൻ്റാണ്. അതുപോലെ തന്നെ ഷോൾഡർ ജോയിൻറ്റിന് വരാം, എൽബോ ജോയിൻറ്റ്സിന് വരാം. ഇതെല്ലാം ഇപ്പം കൂടുതലായും കണ്ടുവരുന്നത് ഈ പോസ്റ്റ് ട്രോമാറ്റിക്, അതായത് ഈ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് അങ്ങനെയുള്ള ആക്സിഡൻറ്റ്സ് കൊണ്ട് ജോയിൻ്റ് ഉണ്ടാകുന്ന ഡാമേജിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഇതുപോലെ തന്നെ ശസ്ത്രക്രിയ മറ്റു ഭാഗങ്ങളിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ? ഇത്തരം തീർച്ചയായും നമ്മൾ എൽബോ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യാറുണ്ട്. എൽബോയുടെ അനക്കം, അതായത് കൈമുട്ടിൻ്റെ അനക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈമുട്ടിനും ഇതേപോലുള്ള റീപ്ലേസ്മെൻറ്റ് ചെയ്യാം. ഷോൾഡർ ജോയിൻറ്റിന്, ഇതാണ് ഷോൾഡർ ജോയിൻറ്റിനും നമുക്ക് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ഷോൾഡർ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതുമൂലം ഇത് ചെയ്യുന്ന വ്യക്തിക്ക് അതായത് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വേദനയാണ്, പെയിനാണല്ലോ ഡോക്ടർ. അപ്പോൾ അതുപോലെ തന്നെ ഒരു നല്ല ഫിസിക്കൽ ഫങ്ഷൻ ആ വ്യക്തിക്ക് മുന്നോട്ട് സാധാരണ രീതിയിൽ തന്നെ സാധാരണഗതിയിലുള്ള ഒരു ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? തീർച്ചയായും ഒരു പരിധിവരെ ഈ വേദനയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും പ്രശ്നമായിട്ടുള്ള ഒരു കാര്യം, വേദന. അപ്പോൾ വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, മുട്ടിന് വേദന ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല, കുത്തിയിരിക്കാൻ പറ്റത്തില്ല, ബാത്റൂമിൽ പോകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ വേദനാരഹിതമായ ഒരു ജോയിൻറ്റ് കൊടുക്കുന്നതോടുകൂടി ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും. എക്സ്ട്രീം റേഞ്ചസ് ഓഫ് മൂവ്മെൻറ്റ് മാത്രമേ നമുക്ക് പറ്റാതുള്ളൂ, അതായത് കുത്തിയിരിക്കാൻ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്നതിനോ സ്റ്റെപ്പ് കയറുന്നതിനോ യാത്ര ചെയ്യുന്നതിനോ ഒന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ തന്നെ ദൈനംദിന ജീവിതത്തിലുള്ള മിക്കവാറും ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ഒക്കെ എത്തുന്നു, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ലതായിരിക്കും. ഇപ്രകാരം ഇങ്ങനെ വരുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയി വരുന്ന വ്യക്തികൾ ഇപ്രകാരം സർജറി ചെയ്യാൻ ഇപ്പോൾ രോഗികൾ വില്ലിങ് ആവുന്നുണ്ടോ? അവരുടെ ഇതിനോട് എന്തെങ്കിലും ഭയപ്പാടോ അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ? പൊതുവേ നമുക്ക് എല്ലാവർക്കും ഓപ്പറേഷനെ പേടിയാണ്. പക്ഷേ ഇപ്പോൾ വന്നേക്കുന്ന ആ നൂതന സംവിധാനങ്ങളെല്ലാം കൊണ്ട് തന്നെ വേദന സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലൈസ് ഇൻഫെക്ഷൻ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്, കോംപ്ലിക്കേഷൻ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഇപ്പം സർജറി ചെയ്തേക്കാമെന്നുള്ള തീരുമാനത്തിൽ എത്തുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, ഇതുപോലെ തന്നെ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലെ തന്നെ കേൾക്കുന്ന മറ്റൊരു അസ്ഥിരോഗ രംഗത്തെ മറ്റൊരു ടേമാണല്ലോ ഡോക്ടർ, ഓസ്റ്റിയോപോറോസിസ്. ഡോക്ടർ, ഇതെന്താണ് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ നിന്നും സന്ധിവാതത്തിൽ നിന്നും ഓസ്റ്റിയോപോറോസിസിനെ എന്താണ് വ്യത്യസ്തമാക്കുന്നത്? എന്താണ് അത് തമ്മിലുള്ള ഒരു വ്യത്യാസം? ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുവെ അസ്ഥിയുടെ ബലം, ഡെൻസിറ്റി കുറയുന്ന ഒരവസ്ഥയ്ക്കാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഇത് സ്ത്രീകളിലും പുരുഷന്മാർക്കും വരാം, പക്ഷേ കൂടുതലും സ്ത്രീകൾക്കാണ് കണ്ടുവരുന്നത്. നമുക്ക് ബോഡിക്ക് ഒരു ശരീരത്തിന് നമ്മുടെ മനുഷ്യായുസിൽ ഒരു 30 വയസ്സോടുകൂടി പീക്ക് ബോൺ മാസ് എത്തും. പീക്ക് ബോൺ മാസ് എന്ന് പറഞ്ഞാൽ അസ്ഥി ഏറ്റവും ബലപ്പെട്ടിരിക്കുന്ന അവസ്ഥ, അതൊരു 30 വയസ്സിലാണ്. ഈ 30 വയസ്സിൽ ഈ പീക്ക് ബോൺ മാസ് നല്ലപോലെ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുകയും നല്ലപോലെ വ്യായാമം ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഈ ഒരു പീക്ക് ബോൺ മാസ് എത്തത്തുള്ളൂ. അപ്പോൾ വൺസ് ആ പീക്ക് ബോൺ മാസ് എത്തിക്കഴിഞ്ഞാൽ അതൊരു ബാങ്ക് ബാലൻസ് പോലെയാണ്, അതവിടെ കിടന്നോളൂ. നമുക്ക് പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ ഒരു നല്ല പീക്ക് ബോൺ മാസ് എത്താത്ത ഒരാൾ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യാതെ കൂടെ ഇരിക്കുകയാണെങ്കിൽ വളരെ നേരത്തെ തന്നെ അസ്ഥിയുടെ ബലം കുറഞ്ഞ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ എത്തുന്നു. അതോടെ തന്നെ ആ ഓസ്റ്റിയോപോറോസിസിൻ്റെ ഫലമായിട്ട് ചെറിയ വീഴ്ചയിൽ തന്നെ ഫ്രാക്ചറൊക്കെ ഉണ്ടായി
ഇടുപ്പിലൊക്കെ പൊട്ടാനൊക്കെ സാധ്യത. സാർ, ഇപ്രകാരം ഈ ഓസ്റ്റിയോപൊറോസിസ് കൂടുതലും ബാധിക്കുന്ന സ്ത്രീകളെയാണ് എന്ന് പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ് ഡോക്ടർ? ശാരീരികമായ അധ്വാനം സ്ത്രീകൾ പൊതുവെ കുറവാണ് ചെയ്യുന്നത്. പിന്നെ ഭക്ഷണക്രമവും അത്ര ശരിയാവത്തില്ല. അവരുടെ ഹോർമോണൽ പ്രശ്നങ്ങളും അവർക്കുണ്ട്. പിന്നെ വ്യായാമം ചെയ്യുന്നത് കൂടുതലും പുരുഷന്മാരാണ് നമ്മുടെ നാട്ടിൽ. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൂടുതൽ പുറത്തിറങ്ങാത്തത് കൊണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരാം. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് സാമൂഹ്യപരമായും ഭക്ഷണക്രമങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ഇത് ഉണ്ടാവാറുണ്ട്. പക്ഷേ സ്ത്രീകൾ കൂടുതൽ വ്യായാമം ചെയ്യാനൊക്കെ ശ്രമിക്കുകയാണെങ്കിലും ഹോർമോണൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് കറക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്കും ഒരു നല്ല ബോൺ ഡെൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതൊരു പ്രത്യേക പ്രായത്തിലാണോ ഇത് കാണുന്നത് സാധാരണ, അതോ ഏത് പ്രായത്തിലും ഏത് അവയവത്തെയും ബാധിക്കുന്ന ഒന്നാണോ ഓസ്റ്റിയോപൊറോസിസ്? നേരത്തെ എത്താം. അതായത് ഇപ്പം നമ്മൾ സ്റ്റിറോയിഡൊക്കെ കഴിക്കുന്നവർ, പ്രൊളോങ്ഡ് ആയിട്ട് സ്റ്റിറോയിഡ് മരുന്നുകളൊക്കെ കഴിക്കുന്നവർക്ക് ഓസ്റ്റിയോപൊറോസിസ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യും. കാരണം ബോൺ എന്ന് പറയുന്നത് ഒരു കൊളാജൻ എന്ന് പറഞ്ഞ പ്രോട്ടീനും അതിനകത്ത് കുറേ മിനറൽസ്, കാൽഷ്യം ഫോസ്ഫേറ്റ്, അങ്ങനെ കുറേ മിനറൽസ് എല്ലാം കൂടെ ചേർന്ന ഒരു സ്ട്രക്ചറാണ് ബോൺ. അപ്പോൾ നമ്മൾ ശരിക്കും പ്രോട്ടീൻ ഉള്ള ഡയറ്റ് കഴിക്കുന്നില്ലെങ്കിലോ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ആയിട്ട് വരികയാണെങ്കിലോ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, മിനറൽസ് ഒക്കെ, വൈറ്റമിൻ സി പോലും, കാരണം ഈ കൊളാജൻ ഉണ്ടാവണമെങ്കിൽ വൈറ്റമിൻ സിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമീകൃത ആഹാരം കഴിക്കുന്നില്ല, പ്രോപ്പറായിട്ടുള്ള വ്യായാമം ചെയ്യുന്നില്ലെങ്കിൽ അസ്ഥിയുടെ ബലം കുറഞ്ഞു വരും. ഇതോടൊപ്പം തന്നെ ഡോക്ടർ, ഈ ഓസ്റ്റിയോപൊറോസിസ്, ഓസ്റ്റിയോആർത്രൈറ്റിസ് ഇങ്ങനെയുള്ള ഇതിൽ നിന്നുമെല്ലാം നമുക്ക് എത്രത്തോളം മുൻകരുതലുകൾ എടുത്താൽ ഇത്തരമുള്ള അസ്ഥിരോഗങ്ങളെ നമുക്ക് ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ സാധിക്കും സാറേ? എത്തരത്തിലുള്ള മുൻകരുതലുകളാണ് സാധാരണ ഒരു വ്യക്തി എടുക്കേണ്ടത്? കൊച്ചുകുട്ടി ആയിരിക്കുമ്പോൾ തന്നെ ഈ ഓസ്റ്റിയോപൊറോസിസ് വരാതിരിക്കാനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. നല്ല ഭക്ഷണം കൊടുക്കണം, ഹൈ പ്രോട്ടീൻ ഉള്ള ഭക്ഷണം കൊടുക്കണം, വൈറ്റമിൻ സി, കാൽഷ്യം, അങ്ങനെയൊക്കെയുള്ള നല്ല സമീകൃത ആഹാരം കുട്ടികൾക്ക് കൊടുക്കുകയും അവരെ കൂടുതൽ സ്പോർട്സ് ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ഒരു 18 years 20 years ഒക്കെ അങ്ങനെ നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന കുട്ടിക്ക് പിന്നെ ജീവിതത്തിൽ അധികം വിഷമിക്കേണ്ടി വരത്തില്ല. കാരണം അവർക്ക് ഓസ്റ്റിയോപൊറോസിസ് വരാനുള്ള ചാൻസ് കുറവാണ്. ഡോക്ടർ, ഇതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒന്നാണ് പ്രമേഹത്തിൻ്റെ ക്യാപിറ്റലായി നാം മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ പ്രമേഹം ഏതെങ്കിലും രീതിയിൽ അസ്ഥിരോഗ ചികിത്സയുമായി ബന്ധപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ്, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ ഈ രോഗാവസ്ഥകളെ കൂടുതൽ രൂക്ഷമാക്കുന്നുണ്ടോ സാർ? തീർച്ചയായും പ്രമേഹം നമ്മളെ ബാധിച്ചിരിക്കുന്ന വലിയൊരു വിപത്താണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്തിനാണ് ഷുഗറിന് സബ്സിഡി കൊടുക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ പ്രമേഹം ഉണ്ടാവാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത രീതി, ഭക്ഷണക്രമം, റിഫൈൻ ഷുഗേഴ്സ് കഴിക്കാനുള്ള ഡിസൈൻ അല്ല ഹ്യൂമൻ ബോഡി ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം കോംപ്ലക്സ് ഷുഗേഴ്സ്, അതായത് സ്റ്റാർച്ചൊക്കെ ചെറിയ ചെറിയ കണങ്ങളാക്കി ഷുഗറാക്കാനുള്ള മെക്കാനിസം ബോഡിയിലുള്ളപ്പോൾ നമ്മൾ റിഫൈൻ ഷുഗേഴ്സ് കഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ ജീവിത രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞ് പ്രമേഹം കൺട്രോൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് ഒരു പരിധിവരെ കൺട്രോൾ ആകും. അതുപോലെ തന്നെ ഓപ്പറേഷൻ്റെ സമയത്തും ഈ പ്രമേഹ രോഗികൾക്ക് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ കുറച്ച് പേടിയാണ്. കാരണം പ്രമേഹം കൺട്രോൾ വിട്ടുപോയി കഴിഞ്ഞാൽ ഇൻഫെക്ഷനൊക്കെ ആകാം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇപ്പം പുതിയ ഇൻസുലിൻസൊക്കെ വന്നേക്കുന്നത് കൊണ്ടും ഫിസിഷ്യൻസൊക്കെ വളരെ അഗ്രസീവായി നല്ല ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടും നമുക്ക് പ്രമേഹം ഉള്ള രോഗികൾക്ക് പോലും വളരെ വിജയകരമായി ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഇത്തരം രോഗാവസ്ഥകളെ കുറിച്ച് എല്ലാം നാം പറയുമ്പോഴും ഡോക്ടർ, പലപ്പോഴും നമ്മുടെ ഇവിടുത്തെ യൂത്തും അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം നമ്മൾ ജോലിക്കായിട്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഓട്ടപ്പാച്ചിലാണ്. പക്ഷേ ഇപ്പോൾ കാണുന്ന മറ്റൊരു ട്രെൻഡ്, ചികിത്സയ്ക്കായിട്ട് നമ്മുടെ നാട്ടിലുള്ളവരും അതുപോലെ വിദേശികളും നല്ല ചികിത്സയ്ക്കായിട്ട് നാട്ടിലേക്ക് വരുന്നു, നമ്മുടെ കേരളത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ചർച്ചകളുണ്ട്. അതെത്രത്തോളം ശരിയാണോ? തീർച്ചയായും. കാരണം നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, മലയാളി നേഴ്സുമാർ, മലയാളി ഡോക്ടർമാർ ലോകോത്തര പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും ഒരു അഭിപ്രായം വരുന്നുണ്ട്. അത് വളരെ കറക്റ്റുമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള ഏത് രാജ്യത്തിൽ പോയാലും നല്ല മലയാളി നേഴ്സുമാരെയും ഡോക്ടർമാരെയും കാണാൻ പറ്റും. നമ്മുടെ ഇവിടെയുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, നല്ല റോഡില്ല, വാഹന സൗകര്യങ്ങളില്ല. ഇതൊക്കെ കൊണ്ട് മാത്രമാണ് നമ്മൾ നല്ല ഹോസ്പിറ്റൽ സൗകര്യങ്ങളില്ല. അതൊക്കെ കൊണ്ടാണ് നമ്മൾ വീർപ്പുമുട്ടുന്നത്. പക്ഷേ നമുക്ക് നല്ല ഇംപ്ലാന്റ് കിട്ടുകയാണ്, നല്ല ഓപ്പറേഷൻ തിയേറ്ററൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതൽ നല്ല മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാം. ഉദാഹരണത്തിന് ഒരു ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് അമേരിക്കയിൽ ചെയ്യണമെങ്കിൽ $46,000 കൊടുക്കണം ഏകദേശം. അപ്പോൾ അതായത് 30 ലക്ഷം രൂപയുടെ അടുത്ത് വരുന്നു. അതേ ജോയിൻറ്റ്, അതേ ഇംപ്ലാന്റ് വെച്ച് നമുക്കിവിടെ ചെയ്യണമെങ്കിൽ 1.5 ലക്ഷം രൂപയേ ആവത്തുള്ളൂ. ഇംപ്ലാന്റിൻ്റെ കോസ്റ്റ് മാത്രം ഒരു 70,000-80,000 രൂപയുടെ അകത്തെത്തും.
നമുക്കിപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ഇംപ്ലാന്റുകളൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങുകയും നമ്മുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ സർജറി ഇതിലും കോസ്റ്റ് കുറയും. ആൾക്കാരൊക്കെ ഒരു വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പേഷ്യൻസ് നമ്മുടെ അടുത്തോട്ട് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതോടൊപ്പം ഡോക്ടർ, ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അതർ എൻ ജി ഒസിൻ്റെ ഭാഗത്തുനിന്നും എന്തൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് ചെയ്താൽ നമ്മുടെ ഈ ചികിത്സാ രംഗവും മൊത്തത്തിൽ ഭംഗിയാക്കാൻ സാധിക്കും? ഗവൺമെൻറ് നമ്മുടെ ഇവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സ് ഇത്രമാത്രം പവർഫുൾ ആണെന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാനാണ് ഈ ഗവൺമെൻറ് ചെയ്യേണ്ടത്. അതായത് ഇംപ്ലാന്റ് നമുക്ക് കുറഞ്ഞ ചിലവിൽ വരുത്തി തരിക, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരിക. പിന്നെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ, അതായത് നല്ല റോഡ്സ്, നല്ല വെള്ളം, നല്ല ശുദ്ധവായു ഇവിടെ കണ്ടു കഴിഞ്ഞാൽ പുറമുള്ള രാജ്യത്തുള്ള ആൾക്കാർക്ക് ഇവിടെ വരാനുള്ള എല്ലാ സാഹചര്യവും സൃഷ്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രംഗത്ത് ലോകത്തിലെ നമ്പർ 1 ആവാൻ പറ്റും. ഡോക്ടർ, അതുപോലെ തന്നെ മറ്റൊരു മേഖലയായിട്ട് ഇന്ന് ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കും സ്പോർട്സ് മെഡിസിൻ. സ്പോർട്സ് രംഗത്ത് നാം ഏറെ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട ആരോഗ്യരംഗവും ഒരു പ്രത്യേക ശാഖയായി വളർന്നു വരും. ഡോക്ടർ, ഈ സ്പോർട്സ് മെഡിസിനിലുമായി ബന്ധപ്പെട്ട് ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അതുമായി ഒന്ന് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട് ഡോക്ടർ? സ്പോർട്സ് മെഡിസിൻ ശാഖയിൽ നമുക്ക് ഓർത്തോപെഡിക് സർജന് ഡീൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ജോയിൻ്റ് ഉണ്ടാകുന്ന പരിക്കുകളാണ്. ജോയിൻറ്റിന്, അസ്ഥികൾക്ക് ഉണ്ടാകുന്ന ലിഗമെൻസിനൊക്കെ ഉണ്ടാകുന്ന പരിക്കുകളാണ് നമ്മൾ കൂടുതലും ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഒരു ഫുട്ബോൾ കളിക്കാരൻ യൂഷ്വലി വീണ് കഴിഞ്ഞാൽ പുള്ളിക്ക് ഉണ്ടാകുന്ന ഇഞ്ചുറീസ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയൽ കൊളാറ്ററൽ ലിഗമെൻറ്റ് ഇഞ്ചുറി. ഈ മീഡിയൽ കൊളാറ്ററൽ മുട്ടിൻ്റെ ഇവിടെ കാണുന്ന ഒരു ലിഗമെൻറ്റാണ് മീഡിയൽ കൊളാറ്ററൽ ലിഗമെൻറ്റ്. അതാണ് സാധാരണയായി കണ്ടുവരുന്നത്. അതുപോലെ തന്നെ മെനിസ്കസ്, മീഡിയൽ മെനിസ്കസ് എന്ന് പറയും. മുട്ടിനുള്ളിലുള്ള ഈ ഭാഗത്തിരിക്കുന്ന മെനിസ്കസ് ആണ് മീഡിയൽ മെനിസ്കസ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. ഇത് ഇവിടുന്ന് മീഡിയൽ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു ലിഗമെൻറ്റ്. വേറെ ഒരെണ്ണം പോസ്റ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ്. ഈ ലിഗമെൻസിനൊക്കെ ഇഞ്ചുറി വരാം. അതുപോലെ തന്നെ കാർട്ടിലേജ് ഒക്കെ ഇളകി പോവാം. ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള സാഹചര്യങ്ങളില്ല. അതായത് ഈ ആർത്രോസ്കോപ്പി ഇല്ലായിരുന്നു, MRI പോലുള്ള സ്കാനുകളില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കണ്ടുപിടിക്കാൻ എല്ലാത്തിനും പൊതുവേ ഒരു ചതവ്, ഒടിവ് എന്നൊക്കെ പറഞ്ഞൊരു ക്ലാസിഫിക്കേഷനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് ഓരോ ടിഷ്യൂവും സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. മെനിസ്കസ് മുറിഞ്ഞു പോയാൽ അത് കണ്ടുപിടിക്കാം, ലിഗമെൻറ്റ് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാം, കൊളാറ്ററൽ ലിഗമെൻ്റ് ആണോ പെറ്റലയാണോ, ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് ഓരോന്നും എന്ത് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ചികിത്സ മാത്രം ചെയ്ത് ക്ലിയർ ആക്കാം. മെനിസ്കൽ ഇഞ്ചുറി എന്ന് പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ മെനിസ്കൽ സൂച്ചറിങ് ചെയ്യാം. ഇതുപോലുള്ള ടൈറ്റ് റോപ്പ് എന്ന് പറഞ്ഞാൽ ഹെവി സൂച്ചേഴ്സ് ഇട്ടിട്ട് നമുക്ക് സൂച്ചർ ചെയ്യാം. ലിഗമെൻറ്റ് ഇഞ്ചുറി ആണെങ്കിൽ ലിഗമെൻറ്റ് റിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ റീകൺസ്ട്രക്റ്റ് ചെയ്യുകയോ ചെയ്യാം. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള ഫിസിയോതെറാപ്പി ഇതിനോടൊപ്പം തന്നെ കൊടുക്കാൻ പറ്റും. അതുപോലെ റിപ്പയർ ചെയ്ത് ഹീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഒറിജിനൽ രീതിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. പരിക്ക് അങ്ങനെ ഭേദമാകാതിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. പരിക്ക് പൂർണ്ണമായും ഭേദമാക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഡോക്ടർ, ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് തന്നെ ഏറ്റവും കൂടുതൽ വരുന്ന ഒന്നാണ് ഈ സ്കാനിങ്, എക്സ്റേ. ഇതെല്ലാം എപ്പോഴും ആവശ്യമുള്ളതാണ്. വളരെ നാളുകൾക്ക് മുമ്പ് വരെ നമുക്ക് നോർമലി ഒരു സ്കാനിങ് എന്ന് പറഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്നും ഇന്ന് അത് ഡെക്സ സ്കാനിങ്, CT സ്കാൻ, MRI അങ്ങനെ പല പല തലങ്ങളിലേക്ക് പോകുന്നു. ഇത് സത്യത്തിൽ ഒരു ഡയഗ്നോസിങ്ങിന് ആവശ്യമുള്ളതാണോ? ഇത് ശരീരത്തിന് മറ്റേതെങ്കിലും ദൂഷ്യം വരുത്തുന്നുണ്ടോ? ഇപ്രകാരം സാധാരണ ഒരു ജനത്തിനെ സംബന്ധിച്ച് ഇത് ഒരു കൂടുതലുള്ള ആങ്സൈറ്റി, ടെൻഷനുണ്ട്. ഇതിനെക്കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ ഡോക്ടർ? തീർച്ചയായും. നമുക്കിപ്പോൾ വന്നേക്കുന്ന ഈ പുതിയ സ്കാനുകളെല്ലാം തന്നെ ചികിത്സയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വളരെ നിർണായകമായ ഇൻഫർമേഷൻ നമുക്ക് തരുന്നുണ്ട്. ഈ എക്സ്റേ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബോണിൻ്റെ ഔട്ട്ലൈൻ മാത്രമേ ശരിക്കും കാണാൻ പറ്റുള്ളൂ. അതിനകത്തുള്ള ഇൻട്രാ ആർട്ടിക്കുലർ സ്ട്രക്ചേഴ്സ്, അതായത് മെനിസ്കസോ ലിഗമെൻറ്റോ ഒന്നും മസിൽസോ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഈ നമ്മൾ ടിഷ്യൂ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ MRI പോലുള്ള സ്കാൻ വേണം. ഈ MRI എന്ന് പറഞ്ഞാൽ വളരെ പാർശ്വഫലങ്ങളില്ലാത്ത ഒരു സ്കാനാണ്. നമുക്കത് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓൺലി പ്രോബ്ലം അതിൻ്റെ കോസ്റ്റാണ്. പക്ഷേ കോസ്റ്റ് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു, UAE 35,000 രൂപ വരുന്ന MRI നിങ്ങൾ എങ്ങനെ ഇവിടെ 3,000-നും 3,500 രൂപയ്ക്കും ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു. ആ ലെവലിലേക്ക് നമ്മൾ വന്നു. നമ്മുടെ കൊച്ചു തൊടുപുഴയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ എല്ലാത്തിനും കോസ്റ്റ് കുറവാണ്. എൻ്റെ ബാക്കി ഫ്രണ്ട്സും അങ്ങനെ പറയണേ, ഇവിടെ ഇത്രയും നിങ്ങൾക്ക് എങ്ങനെ കുറച്ച് കുറയ്ക്കാൻ പറ്റി. അത് നല്ല കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻ്റ് ഉണ്ട്. ആൾക്കാർ അതനുസരിച്ച് സപ്പോർട്ടീവാണ്. ഡോക്ടർ, ഈ ചികിത്സകൾ പലപ്പോഴും ജനങ്ങൾക്ക് ഭീമമായ ചികിത്സാ ചെലവുകൾ വരുമ്പോൾ പലപ്പോഴും ഇപ്രകാരമുള്ള പല ഓപ്പറേഷനുകളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇൻഷുറൻസ് മേഖല വളരെയധികം മുൻപോട്ട് പോയി കഴിഞ്ഞു.
എപ്രകാരം നമുക്ക് ഒരു ശരിയായ ഒരു ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചികിത്സാ ചെലവുകളെ എപ്രകാരം സഹായിക്കും? ആരോഗ്യരംഗത്ത്, അതായത് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പെൻട്രേഷൻ, അതായത് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ അവയർനെസ് ജനങ്ങൾക്ക് കുറവാണ്. പലർക്കും അത് എടുത്തിട്ട് അതിൻ്റെ പ്രയോജനം കിട്ടിയില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലോടുകൂടി ഈ ഇൻഷുറൻസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ കറക്റ്റ് ചെയ്ത് നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും ഇൻഷുറൻസ് ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം വളരെ കുറയും. ഇൻഷുറൻസ് ആസ് എ ബോഡി അവരൊരു തേർഡ് പാർട്ടി ആയിട്ടിരുന്ന് ഈ കാര്യങ്ങളൊക്കെ ഈ ആരോഗ്യ മേഖലയിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള വ്യൂ പോയിന്റിൽ നോക്കിക്കാണാൻ പറ്റും. എല്ലാ ആൾക്കാർക്കും ഒരു സോഷ്യലിസം വരുന്നതെന്നുള്ളത് പറഞ്ഞ പോലെ എല്ലാവർക്കും ചികിത്സ കിട്ടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യും. ഇൻഷുറൻസ് മേഖല തീർച്ചയായും ഈ മേഖല ഈ ആരോഗ്യരംഗത്തേക്ക് കൂടുതൽ ഇടപെടൽ നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അസ്ഥിരോഗ രംഗത്തെ കൂടുതൽ മുൻകരുതലുകൾ നാം എടുത്താൽ പല അസ്ഥിരോഗങ്ങളെയും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ ചികിത്സാ രംഗത്തെ നൂതനമായ മാർഗത്തെക്കുറിച്ചും സാമൂഹികമായ അതിൻ്റെ അവസ്ഥകളെക്കുറിച്ചും ഇത്രയും സമയം നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ അജയകുമാറാണ്. ഡോക്ടർ ഏറെ നന്ദി.